ഇന്നത്തെ വീഡിയോയിൽ എനർജി ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തേൽ നമ്മൾ നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നത്തേൽ നോക്കുന്നത് നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അതുമാത്രം വേണ്ടവർ ഈ വീഡിയോൻ്റെ പകുതി മുതൽ കാണുക, അല്ലാത്തവർ ഫസ്റ്റ് മുതൽ നമുക്ക് നോക്കാം. അയൺ ബോക്സിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആക്കുന്നു. ഫാനിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി, ബെല്ല് ഇലക്ട്രിക്കൽ സൗണ്ട് എനർജി, TV ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട്, ഹീറ്റ് അതുപോലെ ലൈറ്റ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. ഇനിയാണ് ഇലക്ട്രിക് മോട്ടോർ. ഇതിൽ ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആക്കുകയാണ്. അപ്പം ഇലക്ട്രിക് മോട്ടോറിൽ വരുന്നു, അപ്പം നേരെ താഴെ ഇലക്ട്രിക്കൽ എനർജി. ദെൻ മോട്ടോറാണ് വരുന്നത്, അതിൽ മെക്കാനിക്കൽ എനർജി. അതവിടെ കിട്ടി, അതിനി മാറിപ്പോവില്ല. അടുത്തത് ഇലക്ട്രിക് ജനറേറ്റർ. ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക്കലിനെ മെക്കാനിക്കൽ ആക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ജനറേറ്റർ അതിൻ്റെ നേരെ തിരിച്ചുള്ളത്, അതായത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. ഇനി അടുത്തത് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ട് എനർജിയാണ് ആക്കുന്നത്. ഇലക്ട്രിക്കലിൽ ലൗഡ് എന്നുള്ളത്, സ്പീക്കറിൽ അത് സൗണ്ട് എനർജി. അങ്ങനെ ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ട് എനർജി ആക്കുന്നത് ലൗഡ് സ്പീക്കർ. ദെൻ മൈക്രോഫോൺ. ലൗഡ് സ്പീക്കർ ഇലക്ട്രിക്കൽ എനർജിനെ സൗണ്ട് എനർജി ആക്കുമ്പോൾ മൈക്രോഫോൺ എന്താവും, അതിൻ്റെ നേരെ തിരിച്ചായിരിക്കും വരിക, സൗണ്ട് എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്നു. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻസിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്ന തിരഞ്ഞെടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ചാനൽ ചെക്കൗട്ട് ചെയ്യുക.